നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഒരു കഷ്ണം ചേന, ഒരു കായ, നല്ല ചെനച്ച കായ. ഇനി നല്ലോണം വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ട്ടോ. അരിഞ്ഞ് വെള്ളത്തിലെടുത്ത് ഇട്ടേക്കാണ് കറ കെട്ടാതിരിക്കാൻ. ഇനി നമുക്കൊരു മൺകലത്തിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ട്ടോ. നല്ലോണം കഴുകി മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം ട്ടോ. ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി അരപ്പിന് ആവശ്യമായിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു 5 പച്ചമുളക്, ഒരു 3-4 കുഞ്ഞ് വെളുത്തുള്ളി, 3-4 അല്ലി ട്ടോ. പിന്നെ കുറച്ച് ജീരകം, ഒരു 5-10 കുരുമുളക്. ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാം ട്ടോ. അപ്പം കായൊക്കെ അരിഞ്ഞെടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ട്ടോ നമുക്ക്. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ട്ടോ. കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അത്ര അധികം വെള്ളമൊന്നും വേണ്ട ട്ടോ നമുക്ക്. നല്ലോണം വെന്ത് വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം ട്ടോ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ട്ടോ. അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റണം ട്ടോ. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് നല്ലോണം ഇതാവണം. മൂടി വെച്ച് കൊടുക്കാം നമുക്ക്. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്താന്ന് കയ്യിലും കൊണ്ട് തന്നെ ഒന്ന് കുത്തി നോക്കാം ട്ടോ. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ട്ടോ ഇതിനകത്തോട്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചേക്കാം ട്ടോ ഞാൻ. ഇനി നമുക്ക് അധികം തീയുടെ ആവശ്യമില്ല. ആ മിക്സിയുടെ ജാറൊന്ന് ഷേക്ക് ചെയ്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വലിയ തീയുടെ ആവശ്യമില്ല. ഇപ്പം ഞാനൊരു ചെറിയ സിമ്മിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. വെള്ളം എന്ന് പറയാൻ അത്യാവശ്യം ഇത് ചേർത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. അരപ്പൊന്ന് വെന്ത് വരണം. ആ വെള്ളവും ഒന്ന് കുറുകി വരണം. അപ്പം ഞാൻ കുറച്ച് തൈര് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കണം കേട്ടോ. തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിരുന്ന് കുറുകും നല്ലോണം. അപ്പം നമുക്ക് ആ നേരം കൊണ്ട് താളിക്കാൻ വേണ്ടി ഇത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് വറുക്കാനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ഉലുവ ട്ടോ. ഇനി കടുക് ഇട്ട് കൊടുക്കാം.
ചട്ടി ഒന്നേ ചുറ്റിച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം ട്ടോ. അപ്പൊ പെട്ടെന്ന് പൊട്ടി വരും. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ട്ടോ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമുളക്, ഉള്ളി, ചെറിയ ഉള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ട്ടോ. എരിനാണ്, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കണം ട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലൊരു കളർഫുള്ളാവും നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയത്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ട്ടോ. കുറുകി ഇരിപ്പുണ്ട് നമ്മുടെ കറി. അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ട്ടോ. കണ്ടോ, അത്ര ചാറൊന്നുമില്ല. ഇനി ഇതിരിക്കും തോറും ഇരുന്ന് കുറുകി കുറുകി വരും കേട്ടോ അത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.